നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശംഖുലി. ഞങ്ങൾക്കുമുണ്ട് പറയാൻ. ആനുകാലിക വിഷയങ്ങളുടെ ജനപക്ഷത്തു നിന്നുള്ള കേൾവി. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങൾക്കുമുണ്ട് പറയാൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. റേഡിയോ മാറ്റുലി ഇന്നെത്തി നിൽക്കുന്നത് കോലമ്പറ്റ പാടശേഖര സമിതിയിലാണ്. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകനാണ് ഏതൊരു സമൂഹത്തിന്റെയും നട്ടെല്ല്. കാലാവസ്ഥാ വ്യതിയാനം, വന്യജീവി ശല്യം, ഉൽപാദന ചെലവിലെ വർധനവ്, സംഭരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ കർഷകരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ കോലമ്പറ്റ പാടശേഖര സമിതി നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുറന്നു പറയുകയാണ് പാടശേഖര സമിതിയിലെ അംഗങ്ങൾ ഈ പരിപാടിയിലൂടെ. നമുക്ക് കേൾക്കാം. എൻ്റെ പേര് വർഗീസ് CP. മീനങ്ങാടി പഞ്ചായത്തിൽ ചെണ്ടക്കുനി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ ഒരു പാടശേഖര സമിതി ഇവിടെ ചേട്ടന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എത്ര വർഷമായി ഇങ്ങനെ ഒരു സമിതി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? എന്തൊക്കെയാണ് നിങ്ങൾ പാടശേഖര സമിതിക്കാർ ചെയ്യുന്നത്? പാടശേഖര സമിതി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ പാടശേഖര സമിതി ഇവിടെയുണ്ട്. ഞാൻ അതിൻ്റെ മുൻകാലത്ത് പ്രസിഡൻ്റായിരുന്നു. പിന്നീട് എനിക്ക് ജോലി കിട്ടുന്ന സമയത്ത് ഞാൻ സ്ഥാനം വേറെ കമ്മിറ്റി കൂടിയ ആൾക്കാരെ ഏൽപ്പിച്ച് ഞാൻ ജോലിക്ക് പോയിരുന്നു. അതിനുശേഷം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഈ സമിതിയുടെ ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് തുടരുകയാണ്. എൻ്റെ പേര് മത്തായി. മീനങ്ങാടി പഞ്ചായത്തിൽ 20-ാം വാർഡിലാണ് താമസം. പഴയകാലം മുതൽ കൃഷിക്കാരനാണ്. സർക്കാർ ജോലി കുറച്ച് കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തും കൃഷി തുടർന്നുകൊണ്ട് പോയായിരുന്നു. ഇപ്പോഴും കൃഷിയുണ്ട്. പഴയ രീതിയിൽ ഇപ്പോൾ പണിക്കാർ കിട്ടാനില്ല. കന്നുകാലിയൊക്കെ വിറ്റ് ഒഴിവായതുകൊണ്ട് കൃഷി യന്ത്രങ്ങൾ വന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സൗകര്യത്തിന് ഇത് നടത്താൻ പറ്റുള്ളൂ. അവർ വരുമ്പോൾ ഒന്നും കണ്ടങ്ങളിൽ വെള്ളം ഉണ്ടാവില്ല. പിന്നെ വെള്ളമുള്ളപ്പോൾ അവരെ കിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ കണ്ടം നട്ടു കഴിഞ്ഞാൽ പണിക്കാരെ ഈ പ്രാദേശികമായി കിട്ടാനില്ല. അവർ ഈ ബംഗാളികളാണ് തോന്നുന്നത്. അവർ വന്നാണ് ഇത് നടന്നത്. അങ്ങനെ അവരുടെ സൗകര്യങ്ങളും അവരുടെ മറ്റ് സൗകര്യങ്ങളും കണ്ട് ഇതിപ്പോൾ മുന്നോട്ട് പോകുന്നു. പാടശേഖര സമിതിയിൽ എത്ര അംഗങ്ങളുണ്ട്? പാടശേഖര സമിതിയിൽ ഇപ്പോൾ ഏതാണ്ട് 100 ചില്ലറ മെമ്പർമാരുണ്ട്. മെമ്പർമാരല്ലാത്ത ആൾക്കാരടക്കം ഒരു ഏതാണ്ട് ഒരു 200-ന്റെ അടുക്കെ കർഷകരുണ്ട്. അതിൽ രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാരാണ് 100-ന്റെ മേലെയുള്ള ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാർ രജിസ്ട്രേഷൻ ഇല്ല. എല്ലാവരും അത്യാവശ്യം കൃഷി എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. മുമ്പ് ഈ ഇവിടെ പാടത്ത് 2 കൃഷി എടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നീട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വന്നതോടുകൂടി 2 കൃഷി എന്നുള്ളത് മാറ്റി ഒരു കൃഷി, മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചുള്ള കൃഷിയാക്കിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കൃഷി എടുക്കാൻ ഇപ്പോൾ കൂലിച്ചെലവും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ പാടത്ത് മുഴുവൻ ആൾക്കാരും ഒരു കൃഷി തന്നെ എടുക്കുന്നുള്ളൂ. ഈ പാടശേഖര സമിതിയിലെ അംഗങ്ങളൊക്കെ ഒത്തുകൂടി തീരുമാനിക്കാറുണ്ടോ കാര്യങ്ങളൊക്കെ? അല്ല, കമ്മിറ്റി അംഗങ്ങൾ മാത്രം കൂടിയ കാര്യങ്ങൾ തീരുമാനിക്കും. കൊല്ലത്തിലൊരിക്കൽ ഈ കമ്മിറ്റി കൂടാറുള്ളൂ. അത് ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി കൂടുന്നത്. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഈ കമ്മിറ്റി അംഗങ്ങൾ മാത്രം കൂടി ആണ് കാര്യങ്ങൾ തീരുമാനിക്കും. ഒരുപാട് വിത്തനങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിച്ചൂരി എന്ന് പറയുന്ന വിത്താണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് എല്ലാവരും ഒരേ വിത്ത് തന്നെയാണ്. കാരണം ഇത് ഒരേ സമയത്ത് ഇത് നിരന്ന് വിളവാകണം. ആ സമയത്താണ് വണ്ടി വരുന്നത്. അന്നേരം എല്ലാം ഒരു സമയത്ത് ഒരേ വിത്തിനം ചെയ്തെങ്കിലേ അത് കൊയ്യാൻ പറ്റുള്ളൂ. അതെ, അത് അതിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർഷക്കാലത്ത് വയലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ കൊയ്യുന്ന സമയം വരെ വയലിൽ വെള്ളം തന്നെയായിരിക്കും. അപ്പോൾ ഒരുവിധം ഉണക്കുള്ള കാലം എന്ന് പറയുന്നത് ഏതാണ്ട് ഡിസംബർ മാസമാണ്. ഈ ഡിസംബർ ലാസ്റ്റ് കാലഘട്ടത്തിലാണ് കൂടുതലും കൊയ്ത്ത് വരിക. ആ സമയമാകുമ്പോഴേക്കും മഴയുടെ ശല്യം പൊതുവെ കുറയും. മറ്റു വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ നോക്കി നമ്മൾ ചെയ്യാറാണ്. പിന്നെ അതുമാത്രമല്ല, ആ സമയത്താണ് ഇവിടെ നമുക്ക് കൊയ്ത്തുമതി യന്ത്രമാണ് തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് കൊയ്ത്തുമതി യന്ത്രങ്ങൾ വരുന്നത്. അപ്പൊ ഏകദേശം ആ പീരീഡ് വെച്ചിട്ടാണ് അവരിങ്ങോട്ട് വരിക. അവർ വരുന്ന സമയം കണക്കാക്കിയിട്ടാണ് കൃഷി നമ്മൾ എടുക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ 2 മാസം മുമ്പ് കൃഷി എടുത്തുകൊണ്ടിരുന്നതാണ്. അന്ന് നമ്മൾ ഈ കൊയ്ത്തുമതി യന്ത്രങ്ങളെ ആശ്രയിച്ചില്ല. നമ്മൾ തന്നെ കൊയ്ത് മെതിയന്ത്രങ്ങളിൽ കൊണ്ടുവന്നിട്ട് ആളെ കൊണ്ട് ചുമപ്പിച്ചും മെതിയന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് പിന്നെ മെതിച്ചെടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ മെതിയന്ത്ര
മെതിയന്ത്രങ്ങളുടെ പ്രവർത്തനം പറ്റ നിലച്ചിരിക്കുകയാണ്. കാരണം ഒരു രീതിയിലും അത് മുതലാവില്ല. ഒരു മെതിയന്ത്രം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഏതാണ്ട് 8 പേരെങ്കിലും മിനിമം വേണം. പിന്നെ അത് വയലിൽ നിന്ന് കറ്റ ചോന്ന് ഒരു സൗകര്യമുള്ള സ്ഥലത്ത് എത്തിക്കണമെങ്കിലും ഭീമമായ കാശ് ചെലവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ കൊയ്ത്തുമേതി യന്ത്രത്തിന്റെ പരിപാടി ഒഴിവാക്കിയിട്ട് ഇപ്പോ വയലിലിറങ്ങി കൊയ്ത്തും മെതിയും ഒന്നിച്ച് നടത്തുന്ന മെഷീനാണ് കൊയ്തെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മെഷീൻ വയലിൽ പോകേണ്ടതായ സൗകര്യം വെച്ചിട്ട് ഏതാണ്ട് ഈ ഡിസംബർ ലാസ്റ്റ് സീസണിലേക്കാണ് നമുക്ക് നെല്ല് പാകം ചെയ്ത് കൊയ്തെടുക്കാൻ പറ്റുന്ന സമയമാവുക. അത് മാത്രമല്ല, ആ സമയമാകുമ്പോൾ ഈ വൈക്കോല് വയലിൽ 2-4 ദിവസം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കി അത് റോളാക്കി എടുക്കാനുള്ള സൗകര്യം, റോളിനുള്ള മെഷീൻ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം വാടകയ്ക്ക് തന്നെയാണ്. നമ്മുടെ പാടശേഖര സമിതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള മെഷീനറീസ് ഒന്നുമില്ല. സർക്കാർ ധാരാളമായി സഹായം ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ ഇതുവരെ ഇടപെട്ടിട്ടില്ല. 100-200 ഏക്കർ ഉള്ള പാടത്തേക്ക് സർക്കാർ സാമ്പത്തികമായിട്ട് തന്നെ സഹായം ചെയ്ത് ആ രീതിയിലുള്ള മെഷീനറീസ് വാങ്ങി കൃഷിക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ട സൗകര്യം ഉണ്ടാക്കി തരേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ആ രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. എല്ലാം റെന്റ് വെഹിക്കിൾസ് പുറമേ നിന്ന് വന്നിട്ട് അവർ പറയുന്ന കൂലി, ചില സ്ഥലത്ത് ഒരു മണിക്കൂറിന് 2000 കൊയ്ത്തുകൂലി ഉണ്ടെങ്കിൽ 2200 ഉള്ള സ്ഥലങ്ങളുണ്ട്, 2400 ഉണ്ട്. ഇവിടെ നമ്മൾ 2800, 2900 റേറ്റ് വെച്ചിട്ട് കൂലി കൊടുത്തിട്ടാണ് ഈ കൊയ്ത്തുമതി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ച് നമ്മൾ നെല്ല് കൊണ്ടുപോകുന്നത്. പിന്നെ കൊയ്ത്തുമതി യന്ത്രം ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ആ നെല്ലുകൾ വാഹനം വരുന്ന സ്ഥലത്തേക്ക് ആ വണ്ടി തന്നെ, പക്ഷെ സമയം ഒരുപാട് ആവുന്നുണ്ട്. എന്നാൽ ആ വാഹനം എത്തുന്ന സ്ഥലം വരെ ഇത് കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാഹനത്തിൽ കയറ്റാവുന്ന സൗകര്യത്തിനനുസരിച്ച് നമ്മൾ നെല്ല് ട്രെയിലറിന് അൺലോഡ് ചെയ്യുകയും അത് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാൻ സൗകര്യം കിട്ടുകയും ചെയ്യുന്നുണ്ട്. പാടശേഖര സമിതിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഒന്ന് പറയോ? എൻ്റെ പേര് ഹംസയാണ്. ഞാൻ ഇവിടെ ഒരു 2-3 ഏക്കർ കൃഷി എടുക്കലുണ്ട്, പാർട്ടായിട്ടും ഒക്കെ എടുക്കലുണ്ട്. അപ്പം നമുക്ക് അത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൃഷി ചെയ്യുന്ന ഭാഗങ്ങളിൽ തോട് പൊട്ടിയിട്ട് തോടിൻ്റെ ഒരു വിഷയം അവിടെ ഉണ്ട്. അത് കാരണം കൊണ്ട് ആ തോടിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് കൊയ്തെടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അത് കാരണം കൊണ്ട് നമുക്ക് അത് വലിയൊരു വിഷമത്തിലാണ് കാണുന്നത്. അത് നിങ്ങൾ ബന്ധപ്പെട്ട അധികൃതരോടോ പഞ്ചായത്തിലോ ഒക്കെ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫണ്ട് എന്തോ കുറച്ച് പൈസ പാസ്സാക്കി വെച്ചിട്ടുണ്ട്, അവിടെ അങ്ങോട്ട് ചെയ്യാനില്ല. അപ്പോൾ ഇതുവരെ അത് ഇപ്പം മഴക്കാലമായി, ഇനിയിപ്പോൾ നടക്കും തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോൾ അവിടെ പിന്നെ വെള്ളം ഇങ്ങനെ കാര്യമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തോട് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. ആ വെള്ളം പിന്നെ ഇങ്ങോട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൃഷിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഇനി തീരെ നടക്കില്ല. മഴക്കാലമായല്ലോ, അതാണ് അതിൻ്റെ വിഷയം. ഈ പാടശേഖര സമിതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 10-20 വർഷമായി. 20 വർഷമായി. ഇപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ കൃഷി ചെയ്യുന്നത്. നമുക്ക് 1 ഏക്കർ വയലേ ഉള്ളൂ, ബാക്കി ഒരു 3-4 ഏക്കർ പാട്ടത്തിനെടുത്തിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വേറൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ സമിതിക്കാർ നമുക്ക് ആ സമയത്തിന് വരിക, അല്ലെങ്കിൽ അത് ആ സമയത്തിന് നമ്മൾ നെല്ല് കൊണ്ടുപോയാൽ പൈസ തരാനോ ഒക്കെ ഒരു പ്രയാസമായിട്ട് കാണുന്നുണ്ട്. അത് വലിയൊരു വിഷമത്തിലാണ്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ നെല്ലിന് വില കുറവാണ്, 2800 ഉള്ളൂ. അപ്പം നമ്മൾ പുറമെ അന്വേഷിച്ച് നോക്കുമ്പോൾ 3000 രൂപ വില കിട്ടി. അപ്പോൾ ഈ പ്രാവശ്യം കൊടുത്തില്ല. അല്ലെങ്കിൽ സാധാരണ ഞാൻ ഒരു 5-6 ടണ്ണ് സാധനം കൊടുക്കുന്നതാണ്, നെല്ല് കൊടുക്കുന്നതാണ്. ഒരു 10 ടണ്ണ് എൻ്റെ അടുത്ത് ഉണ്ടാവും കൊടുക്കുന്നതാണ്. ഈ പ്രാവശ്യം അവർ തന്നെ പറഞ്ഞു, നിങ്ങൾ പുറമെ കൊടുത്തോളി, പ്രയാസമാണ്, വില എത്രേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്താ നെല്ലിന് വില കൂടുതൽ കിട്ടണം, എന്നാലേ നമുക്കിത് കൃഷി ഒന്നിനും ഇപ്പാണെങ്കിൽ പണിക്കാരെ കിട്ടാൻ പ്രയാസമാണ്. ഒന്നാമത് വരമ്പ് വെക്കാനും എന്തിനും പ്രയാസമുണ്ട്. അവർ വിളിച്ചാൽ തന്നെ ആ കൂലി കൂടുതലായി. അങ്ങനെ ഒരു വിഷയമായിട്ട് ഈ നെല്ല് സമിതി പാടശേഖര നെല്ല് കൃഷി ഭവനില്ല, അവർക്കാണ് കൊടുക്കാറ്. സാധാരണ ഞങ്ങളൊക്കെ കൊടുക്കാറില്ല അങ്ങനെയാണ്. അപ്പം ഇവിടെ ഇപ്രാവശ്യം 2-3 ആൾക്കാരതേ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നെല്ല് പുറമെ കൊടുക്കുക ചെയ്തത്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഇവിടെ ലോറി വന്നിട്ട് സാധാരണ ഇവിടെ വന്ന് ലോറി എൻ്റെ വീട്ടിൽ മുറ്റത്ത് തന്നെ വന്നിട്ട് എടുക്കലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അവരൊരു ഇതിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി ഇവർ പൈസ തരാനും പ്രയാസം വഴിയാണ്. അല്ലെങ്കിൽ സാധാരണ വേഗം പൈസ കിട്ടുന്നതാണ്. പ്രാവശ്യമാണ് കുറച്ച് വഴിയിട്ടൊക്കെയാണ്. ഒറ്റയ്ക്കായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും മേന്മ ഈ പാടശേഖര സമിതിയുടെ ഭാഗമായിട്ട് നെൽകൃഷി ചെയ്യുമ്പോൾ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അവരവന്റെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ അത് അവരവർ തന്നെയാണല്ലോ ആ കൃഷി എടുക്കുന്നത്. അവർ തന്നെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് തന്നെയാണ് അതിന്റെ വിളവെടുക്കുന്നതും. ആ വിളവെടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് സൗകര്യപ്പെട്ട രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ ഈ നെല്ല് കൊണ്ട് വെച്ച് അതിനുശേഷമാണ് ഈ ഡിപ്പാർട്ട്മെന്റിലായാലും ഇനി പുറമെ നാട്ടിൻപുറത്തുള്ള കച്ചവടക്കാർ
ആൾക്കാരായാലും കൊടുക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ കൊടുക്കേണ്ട സമയത്ത് അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ അവര് ഈ വ്യക്തികളുടെ കയ്യിൽ നിന്ന് നെല്ലെടുക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും കാരണവശാൽ അപേക്ഷ കൊടുക്കാൻ വൈകുകയോ അപേക്ഷ കൊടുക്കുന്ന ടൈം അറിയാതെ ഇരിക്കുകയോ ചെയ്താൽ അത്തരക്കാർക്ക് നെല്ല് കൊടുക്കാൻ കഴിയില്ല. ഈ നെല്ല് കൊടുക്കുന്ന ആൾക്കാർക്കായാൽ കൊടുക്കുന്നവർക്കും ഈ നെല്ല് പിന്നെ കൊണ്ടുവച്ച് ആഴ്ചകളോളം നെല്ല് ഇവര് മില്ലുകാരുമാണ് ഇത് വന്ന് കൊണ്ടുവന്നത്. അവര് കൊണ്ടുപോകാൻ വേണ്ടി ആഴ്ചകളോളം ഈ നെല്ല് നമ്മൾ കാത്തു സൂക്ഷിച്ച് വെക്കണം. കൊണ്ടുവന്ന് അവര് വന്നു കഴിഞ്ഞാൽ ഈ നെല്ല് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മില്ലുകാർക്ക് തോന്നിയ രീതിയിലാണ് അതിന് ഈർപ്പം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. അതായത് ഒരു കിൻഡലിന് 1 കിലോ 2 കിലോ 4 കിലോ അങ്ങനെ അവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവര് ബില്ല് അടിച്ചു തരിക. ഈ ബില്ല് അടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രകാരം ഇവര് സിവിൽ സപ്ലൈസിന് കൊടുക്കും. അത് അവിടെ നിന്ന് ബില്ല് കിട്ടാൻ കുറെ താമസം വരും. വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബാങ്കുകളിൽ കൊണ്ടുപോയി ഈ സിവിൽ സപ്ലൈസ് തരുന്ന ബില്ല് കൊടുക്കണം. അങ്ങനെ ബില്ല് കൊടുത്താൽ ഈ ബില്ല് സർക്കാരിൽ നിന്ന് പണം കിട്ടുന്നത് കാത്ത് ിൻ്റെതായ അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ചു കാലം കഴിയുമ്പോൾ ബാങ്കിൽ പോയി ആവശ്യപ്പെടുമ്പോൾ അവർ നമ്മളുടേതായ രേഖകളെല്ലാം കൊടുത്ത് ആധാറും ഐഡന്റിറ്റിയും ഫോട്ടോയും എല്ലാം കൊടുത്ത് അവർ നമുക്ക് ലോൺ തരുന്ന രീതിയിൽ ആണ് ഈ നെല്ലിന്റെ വില നമുക്ക് അഡ്വാൻസ് വേണമെന്ന് വെച്ചാൽ കിട്ടുക. അതിനുശേഷം സർക്കാർ കൊടുക്കുന്ന സമയത്താണ് അവരാ കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ കൊടുക്കുന്ന നെല്ലിന് ഇൻട്രസ്റ്റ് നമ്മളോട് വാങ്ങലില്ല. ഈ ഭൂമി രേഖപ്രകാരമാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ലോണായിട്ട് നമുക്ക് 1 മാസം 1.5 മാസം ഈ വർഷമൊക്കെ കിട്ടിയത് 1.5 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഞാൻ ഏതാണ്ട് 15 കിൻഡൽ 16 കിൻഡൽ നെല്ല് കൊടുത്തു ഈ വർഷം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന നെല്ല് പിന്നെ ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്ക് ഈടാക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇനി മറ്റു ബാങ്കുകളിൽ മറ്റുള്ള അക്കൗണ്ടുകളുള്ളത് കൊണ്ട് അതിൽ നിന്ന് വലിച്ചു പോകുന്നുണ്ടോ എന്ന് അറിയില്ല. ബാങ്കിൽ ചോദിച്ചപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു കാശും കിട്ടില്ല. അത് അതിന്റെ ഇൻട്രസ്റ്റ് ബാങ്കുകാർ കൊടുക്കുന്നത് സർക്കാരാണെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഒരു പരിധിവരെ ഈ വർഷം തെറ്റില്ലാത്ത വില കിട്ടി. പക്ഷെ നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള മൂല്യം കിട്ടുന്നില്ല. പിന്നെ അതുമാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കാർഷിക മേഖലകളിൽ സർക്കാർ തലത്തിൽ ഭീമമായ പിന്നെ മെഷീനറി സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ പാടത്ത് കിട്ടിയില്ല. 200 ഏക്കറിന് മേലെ പാടമുണ്ട്. പഞ്ചായത്ത് തലത്തിൽ ഞങ്ങളിത് അപേക്ഷ കൊടുത്തതാണ്. പഞ്ചായത്ത് തലത്തിൽ അപേക്ഷ കൊടുത്തിട്ട് പഞ്ചായത്ത് ഇതുവരെ യാതൊന്നും പാസ്സാക്കില്ല. സർക്കാർ ഇങ്ങനെ ധാരാളം മെഷീനറീസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ പാടശേഖര സമിതിക്കാർക്ക് കിട്ടാറില്ല. അങ്ങനെയൊരു സംവിധാനം കൂടെ വന്നു കഴിഞ്ഞാൽ പൂട്ടുന്നതും അതുപോലെ തന്നെ കൊയ്യുന്നതുമായ മെഷീനുകളോട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമാണ്. ഈ രീതിയിൽ ഉള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. എങ്കിലും ഇതുവരെ പഞ്ചായത്ത് തലത്തിൽ അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അവർ. ഇതിപ്പോ മീനങ്ങാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് പഞ്ചായത്തിലെ ഏറ്റവും ഏക്കർ കൂടുതലുള്ള വിസ്തൃതമായ പാടശേഖരമാണ് ഈ കോലമ്പറ്റ പാടശേഖരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് നമ്മൾ പല പ്രാവശ്യം പിന്നെ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ആ പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ പിന്നെ ഏറ്റവും നല്ല പാടശേഖര സമിതിയായിട്ട് ഈ മീനങ്ങാടി പഞ്ചായത്തിൽ ഈ വർഷം പിന്നെ തെരഞ്ഞെടുത്തത് ഞങ്ങളുടെ പാടശേഖരമാണ്. അതിന്റെ ആനുകൂല്യങ്ങളൊന്നും ഇത് കിട്ടിയിട്ടില്ല. ആ ആനുകൂല്യങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതിൽ നിന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള പിന്നെ മെഷീനറീസുകൾ വാങ്ങുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ജനറൽ ബോഡി കൂടി ആലോചിച്ചിട്ടുണ്ട്. ജനറൽ ബോഡിയിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാര് പിന്നെ ജലസേചന വകുപ്പിന്റെ കൃഷി വകുപ്പിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് അതുപോലെ ബാങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഞങ്ങൾ പങ്കെടുപ്പിച്ചിരുന്നു. എല്ലാവരും വാഗ്ദാനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലായി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കോലമ്പറ്റ പാടശേഖര സമിതി നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികൾ തുറന്നു പറയാനും അതിനുള്ള ശാശ്വത പരിഹാരങ്ങൾ തേടാനുമായാണ് കർഷകർ അവരുടെ പ്രശ്നങ്ങൾ നമ്മോട് പങ്കുവച്ചത്. കോലമ്പറ്റ പാടശേഖര സമിതിയെക്കുറിച്ച് കൂടുതൽ കേൾക്കാം അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം. ഞങ്ങൾക്കുമുണ്ട് പറയാൻ. ആനുകാലിക വിഷയങ്ങളുടെ ജനപക്ഷത്തു നിന്നുള്ള കേൾവി. റേഡിയോ മാറ്റുലി 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ.